My dear students, Dr. James Taylor കെൻ്റെ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 173ാമത്തെ എപ്പിസോഡിൽ ലാക്കസിസ് എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ലാക്കസിൻ്റെ പ്രധാനപ്പെട്ട ചില ജനറൽ സിംപ്റ്റംസാണ് പറയുന്നത്. വശങ്ങളോടുള്ള ലാക്കസിൻ്റെ ഒരു പ്രത്യേക ആഭിമുഖ്യം, ഉറക്കവുമായിട്ടുള്ള ബന്ധം, അമീലറേഷൻ അഗ്രിവേഷനിൽ ഉറക്കവുമായിട്ടുള്ള ബന്ധം, പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ കെൻ്റെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് പ്രവേശിക്കാം. ഫ്രം ദ സ്ലൈറ്റസ്റ്റ് എക്സേർഷൻ ഓഫ് ദ മൈൻഡ് ഓർ ഫ്രം ദ സ്ലൈറ്റസ്റ്റ് ഇമോഷൻ ദ എക്സ്ട്രീമിറ്റീസ് ബിക്കം കോൾഡ്. മനസ്സിൻ്റെ ഒരു അധ്വാനം, മാനസികമായ വളരെ നിസ്സാരമായൊരു അധ്വാനം കൊണ്ട്, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വൈകാരിക വിക്ഷോഭം കൊണ്ട് എക്സ്ട്രീമിറ്റീസ് വല്ലാതെ തണുത്തു പോകുന്നു. ദ ഹാർട്ട് ബിക്കംസ് വെരി ഫീബിൾ. ഹൃദയം വല്ലാതെ ദുർബലമാകുന്നു. ദ സ്കിൻ ഈസ് കവേർഡ് വിത്ത് സ്വെറ്റ് ആൻഡ് ദ ഹെഡ് ഈസ് ഹോട്ട്. ശരീരം ആസകലം വിയർക്കുന്നു, തല ചൂടായി വരുന്നു. One does not seem to relieve the coldness of the feet and hands. ഈ കാലിൻ്റെയും കൈകളുടെയും ആ തണുപ്പിനെ, ആ ശൈത്യാവസ്ഥയെ ചൂടിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് ശമിപ്പിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ സോ കോൾഡ്. അവ അത്രക്ക് തണുത്ത് മരവിച്ചു പോയി എന്ന് പറയുന്നൊരവസ്ഥ. ദേ മേ ബി റാപ്ഡ് അപ്പ് ഇൻ ഫ്ലാനൽസ് ആൻഡ് സ്റ്റിൽ ദേ മേ റിമെയിൻ കോൾഡ്. ഫ്ലാനൽ കൊണ്ട് ചുറ്റി പൊതിഞ്ഞു വെച്ചാലും അത് തണുത്തിരിക്കും. അപ്പോൾ പുറമേ നിന്നുള്ള ഒരു തണുപ്പിൻ്റെ പ്രശ്നമല്ല, അത് സംതിങ് ഇൻറ്റേർണൽ. ബട്ട് സഫക്കേഷൻ ഈസ് ബ്രോട്ട് ഓൺ. അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലാനൽ കൊണ്ട് പൊതിഞ്ഞു മൂടുമ്പോൾ തണുപ്പ് ശമിക്കുന്നില്ല എന്ന് മാത്രമല്ല, സഫക്കേഷൻ, ഒരു വീർപ്പുമുട്ടൽ, ശ്വാസം മുട്ടലിൻ്റെ ഒരു അനുഭവം പുറത്തേക്ക് വരും, അത് ഡെവലപ്പ് ചെയ്ത് വരും. He cannot breathe and wants the windows open. ആ പേഷ്യൻറ്റിന് ശ്വസിക്കാൻ പറ്റുന്നില്ല, ജനലുകളൊക്കെ തുറന്നിടാൻ പറയും. പൊതുവെ തണുത്തൊരവസ്ഥയാണ്, ജനല് തുറക്കാൻ സമ്മതിക്കില്ല, എന്നാലും തുറന്നിടാൻ പറയും. അങ്ങനത്തെ ഒരു സഫക്കേഷൻ വരും. ഇറ്റ് ഈസ് വീക്ക്നെസ് ഓഫ് ദ ഹാർട്ട്. ഇതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തണുപ്പൊക്കെ വരാൻ കാരണം പുറമേ നിന്നുള്ളൊരു പ്രശ്നമല്ല, ചൂടിൻ്റെ കുറവല്ല, അയാളുടെ ഹൃദയം ദുർബലമാണ്. സർക്കുലേഷൻ ദുർബലമാണ്, ശരീരത്തെ ചൂടുപിടിപ്പിക്കാനുള്ള മെക്കാനിസം പ്രവർത്തിക്കുന്നില്ല. സംടൈംസ് സോ വീക്ക് ദാറ്റ് ഇറ്റ് ക്യാൻ ഹാർഡ്ലി ബി ഹേർഡ് ഓർ ഫെൽറ്റ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ദുർബലാവസ്ഥയുടെ കാഠിന്യം പറയുകയാണ്. അതിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഫലമാണ് നാഡിമിടിപ്പ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. അത്രക്ക് ദുർബലമായി പോകുന്നു ഹൃദയത്തിൻ്റെ പ്രവർത്തനം. And the pulse is feeble and intermittent pulse വരുന്നു. At other times there is audible palpitation of the heart. ഈ ഒരു അവസ്ഥയില്ലാത്ത സമയത്ത് നെഞ്ചിടിപ്പ് കേൾക്കാം. As we go over the symptoms of the text, we will notice something singular about the complaints. That is their tendency to affect the left side. ഇനി ഈ സിംപ്റ്റംസിനൊക്കെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഒരു പൊതുവായിട്ട് കാണുന്ന അവസ്ഥ, പേഷ്യൻറ്റിൻ്റെ ഇടതുവശത്തോട് കാണിക്കുന്നൊരു അഫിനിറ്റി. ഓർ ടു ബിഗിൻ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ടു ദ റൈറ്റ്. അപ്പോൾ ഇടതുവശത്ത് മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല, ഇടതുവശത്ത് തുടങ്ങിയിട്ട് വലതുവശത്തേക്ക് അത് പടരുകയും ചെയ്യാം. ദ പാരലിസിസ് ബിഗിൻസ് ബൈ ഗ്രാജുവലി അപ്പിയറിംഗ് വീക്ക്നെസ് അപ്പോൺ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ പാരലിസിൻ്റെ കാര്യത്തിൽ പക്ഷാഘാതം വരുമ്പോൾ അത് ഇടതുവശത്ത് തുടങ്ങുന്നു, ഇടതുവശത്താണ് അത് കണ്ടു തുടങ്ങുന്നത്, പിന്നെ വലതുവശത്തേക്ക് മാറാം. Which extends to the right side. It has a strong affinity for the ovaries. അണ്ടാശയങ്ങളോടൊരു പ്രത്യേക ഒരു മമത ലാക്കസിസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ദിസ് ഇറ്റ് വിൽ ബി ഫൗണ്ട് ദാറ്റ് ദ ലെഫ്റ്റ് ഓവറി ഈസ് അഫക്റ്റഡ് ഫസ്റ്റ്. ആ കാര്യത്തിലും ഇടതുവശത്തെ അണ്ടാശയമാണ് ആദ്യം ബാധിക്കപ്പെടുന്നത്, വേദനയായാലും വീക്കമായാലും എന്തായാലും. ആൻഡ് ലേറ്റർ ദ റൈറ്റ്, പിന്നീടാണ് വലതുവശത്തേക്ക് പോകുന്നത്. ദ ഇൻഫ്ലമേഷൻ ബിഗിൻസ് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ത്രോട്ട് ആൻഡ് ഗ്രാജുവലി ഗോസ് ടു ദ റൈറ്റ്. തൊണ്ടയുടെ ഇൻഫ്ലമേഷൻ ആണെങ്കിലും വീക്കമാണെങ്കിലും ഇടതുവശത്ത് തുടങ്ങി വലതുവശത്തേക്ക് പോകുന്നു. ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹെഡ് ഈസ് കോമൺലി മോസ്റ്റ് അഫക്റ്റഡ്. തലയുടെ കാര്യത്തിലും ഇടത് തന്നെ.
The left eye becomes painful and the pain extends to the right. കണ്ണിന്റെ കാര്യത്തിൽ ഇടത് കണ്ണിന് വേദന വരുന്നു, അത് വലത്തേക്ക് അത് പടരുന്നു. The left side of the back of the head, തലയുടെ പിൻഭാഗമാണെങ്കിൽ ഇടതുവശം തന്നെ. In the occipital headache, ആ തലയുടെ കുഞ്ചിഭാഗത്ത് വരുന്ന വേദനയ്ക്കും ഇടതുവശം will be more affected than the right. This does not always follow. പക്ഷെ ഇങ്ങനെയൊക്കെ ഇടതുവശം ഒരു അഫിനിറ്റി ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും വരണമെന്നില്ല, എക്സെപ്ഷൻ ഉണ്ട്. If the reverse is true, it does not contraindicate lachesis. ഇതിൻ്റെ എതിരായിട്ട് വലതുവശം കാണിച്ചാലും അത് ലാക്കസിൻ്റെ കോൺട്രാഇൻഡിക്കേഷൻ അല്ല. ലാക്കസിൻ്റെ മറ്റ് ജനറൽ സിംറ്റംസ്, ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഈ വശത്തിന് വരുന്ന വ്യത്യാസം കൊണ്ട് ഇടതിന് പകരം വലത് വന്നാൽ അത് കോൺട്രാഇൻഡിക്കേഷൻ ആണെന്ന് കരുതി ലാക്കസിനെ നമ്മളുടെ പരിഗണനയിൽ നിന്നും മാറ്റരുത്. ബട്ട് സച്ച് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് ഇറ്റ്. അത് അതിൻ്റെ കോമൺ ഫീച്ചറാണ്. ഇടയ്ക്ക് വലതുവശം വരാം. കാരണം ഇടതുവശത്ത് തുടങ്ങി വലതുവശത്തേക്ക് പോകുന്നൊരു ടെൻഡൻസി ഉണ്ട്. വലതുവശത്തിനെ ഈ മരുന്ന് ഒഴിവാക്കുന്നില്ല. ലെഫ്റ്റ് അപ്പർ ആൻഡ് റൈറ്റ് ലോവർ ഹാസ് ബീൻ ഒബ്സർവ്ഡ്. ഇടതുവശത്താണെങ്കിൽ മേൽഭാഗം, വലതുവശത്താണെങ്കിൽ കീഴ്ഭാഗം എന്നുള്ള അവസ്ഥ കൂടി ഇവിടെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രോവിൻസിൽ. ഇൻ മെനി സിംപ്റ്റംസ് ഓഫ് ലാക്കസിസ് ദർ ഇസ് മോർണിംഗ് അഗ്രവേഷൻ. ഇനി ആ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, രാത്രി കിടന്ന് ഉറങ്ങുന്നു, ഏറ്റവും സുദീർഘമായ ഉറക്കം, അത് കഴിഞ്ഞ് ഉണരുമ്പോൾ രാവിലെ അഗ്രവേഷൻ. This is the well-known lachesis aggravation after sleep. The patient will sleep into the aggravation. രോഗത്തിന്റെ വർധനവിലേക്ക് ഉറങ്ങുന്നു, വർധനവിലേക്കായി ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ ഉറക്കവും അഗ്രവേഷൻ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇൻ ദ മൈൽഡർ സിംപ്റ്റംസ് ദിസ് അഗ്രവേഷൻ ഇസ് മൈൽഡ്. സിംപ്റ്റംസ് മൈൽഡ് ആണെങ്കിൽ അഗ്രവേഷൻ മൈൽഡ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫെൽറ്റ് അണ്ടിൽ ആഫ്റ്റർ ദ പേഷ്യന്റ് വേക്കസ് ഫ്രം ദ ലോങ് സ്ലീപ്പ്. അപ്പോൾ ഈ മൈൽഡ് സിംപ്റ്റംസിൻ്റെ കാര്യത്തിൽ ആള് ഒരു നീണ്ട ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് വരെ അഗ്രവേഷൻ അറിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രോങ്ങർ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഉറക്കത്തിൽ തന്നെ അറിയും, ഉണരുകയും ചെയ്യും. ബട്ട് ഇഫ് ദ അഗ്രവേഷൻ ഈസ് വൺ ദാറ്റ് ഈസ് ഓഫ് കൺസിഡറബിൾ വയലൻസ്, ദ പേഷ്യൻറ്റ് മേ ഫീൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഗോയിങ് ടു സ്ലീപ്പ്. ഒരു വയലന്റ് അഗ്രവേഷൻ ആണെങ്കിൽ, വളരെ മാർക്ക്ഡ് സിംറ്റം ആണെങ്കിൽ, ഉറക്കം തുടങ്ങി കഴിയുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് അഗ്രവേഷൻ മനസ്സിലാകും. ആൻഡ് ഇറ്റ് അറോസസ് ഹിം, അത് അയാളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും ചെയ്യും. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞുള്ള അഗ്രവേഷൻ എന്ന് പറയുന്നത് മൈൽഡർ സിംറ്റംസിന് മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ പറയാൻ കാരണം, ഞാനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോമിയോപ്പതി കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് ഞാൻ തന്നെ പ്രേരിപ്പിച്ചു വിട്ടതാണ്. അവർ പഠിക്കുന്ന എന്തോ ഒരു ചെറിയൊരു മെഡിക്കൽ ടെക്സ്റ്റ് വെച്ചാണ് ആള് ഉറക്കം കഴിഞ്ഞുള്ള അഗ്രവേഷൻ, അങ്ങനെയാണ് ആൾ പഠിച്ചത്. അതിൻ്റെ പേര് തർക്കിക്കാമെന്നുള്ളത്. തർക്കിക്കാമെന്ന് ഞാൻ ആദ്യം ഇത് കാണിച്ചു കൊടുത്തു. ഉറക്കം കഴിഞ്ഞുള്ള അഗ്രവേഷൻ ഒന്നുമില്ല, ഉറക്കത്തിൽ തന്നെ അഗ്രവേഷൻ ഫീൽ ചെയ്യാം, മാർക്ക് സിംറ്റമാണെങ്കിൽ ഫീൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആളത് കാര്യമാക്കിയില്ല. പക്ഷെ പിന്നീട് ആൾ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ ടിപ്പിക്കലായിട്ടൊരു കേസ് വന്നു. ടിപ്പിക്കലായിട്ട് കേസ് വന്നു. ആൾക്ക് ഉറക്കത്തിൽ തന്നെ ഈ കാർഡിയാക്ക് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആൾ ഉടരുമായിരുന്നു. അപ്പോൾ കേസൊക്കെ എടുത്തിട്ട് വേറെന്തോ മരുന്നാണ് കൊടുത്തത്, അത് ആക്ട് ചെയ്തില്ല. പിന്നീടത് പ്രശ്നമായിട്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്നോടത് ഡിസ്കസ് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒരു കാരണം വെച്ചത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഒരു മാർക്ക്ഡ് സിംറ്റം ആണെങ്കിൽ ഉറക്കത്തിൽ തന്നെ ഉണ്ടാകും. എൻ്റെത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം ആളെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഞാനത് അന്ന് കറുത്ത മഷി കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചത് ഇപ്പോൾ അവിടെ ഉണ്ടത്. ലാക്ടോസ് ഒരു ഡോസ് കൊടുത്തു, ആള് സുഖപ്പെടുകയും ചെയ്തു. ഫോർ ഇൻസ്റ്റൻസ് ദ ഹാർട്ട് സിംറ്റംസ്, ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കേസിനും അങ്ങനെയായിരുന്നു. വല്ലാത്ത പാൽപിറ്റേഷനും നെഞ്ചിടിപ്പും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ടെൻഷനും, ആളാകെ തണുത്ത വിയർപ്പുകൊണ്ട് ശരീരം പൊതിഞ്ഞ് കയ്യാലൊക്കെ തണുത്ത് കോച്ചി എഴുന്നേറ്റ് വരുമായിരുന്നു. അതായിരുന്നു ആ കേസ്. അത് കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടത്. As soon as he goes into a sleep, he rises up with palpitation, with dyspnea, with suffocation, with exhaustion and vertigo, with pain in the back of the head and many other circulatory disturbances. ഈ സർക്കുലേറ്ററി ഡിസ്റ്റർബൻസസ് ആണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശരിയല്ല, അതുകൊണ്ട് തന്നെ സർക്കുലേഷൻ ശരിയില്ല. അതുകൊണ്ടാകുന്ന പ്രശ്നങ്ങൾ ശ്വാസം മുട്ടൽ, വിമിഷ്ടം, നെഞ്ചിടിപ്പ്, എല്ലാവിധ പ്രശ്നങ്ങളുണ്ട്. ആകെ തളർന്നു പോകുന്ന അവസ്ഥ, തലകറക്കം, തലയുടെ പിൻഭാഗത്ത് വേദന, എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. The next most important thing is
to be studied is the mental state. It is mental state. Nothing stands out more boldly than the self-consciousness. ഏറ്റവും പ്രധാനപ്പെട്ട സെൽഫ് കോൺഷ്യസ്നസ്. ഈ സെൽഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നല്ല ആഴത്തിലുള്ളൊരു ഒരു അറിവ് കെൻറ്റ് തുറന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ സെൽഫ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം പോകുന്നതിൻ്റെ സ്കോപ്പ്. ദ സെൽഫ് കൺസീറ്റ്, സെൽഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു മറ്റൊരു ഡിഗ്രിയാണ് സെൽഫ് കൺസീറ്റ്. അമിതമായ ആത്മബോധം, അമിതമായ പ്രൈഡ്, ഒരു സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് പ്രൈഡ് മനുഷ്യന് ആവശ്യമാണ്, പക്ഷേ അമിതമായിട്ട് പോകും. അത് സെൽഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പെർവേർട്ടഡ്, ഒരു എക്സാജറേറ്റഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പെർവേർട്ടഡ് കണ്ടീഷനാണ്. സ്വയം ബോധം തന്നെ കൂടി വരുമ്പോൾ അതിൻ്റെ പെർവേർട്ടഡ് കണ്ടീഷൻ, ഒരു പെർവേർഷൻ വരാൻ നേരത്ത് അത് അമിതമായ ഒരു ആത്മബോധമായിട്ട് അഹംഭാവമായിട്ടും ഒക്കെ അത് പരിണമിക്കുന്നു. എൻവിയും ഉണ്ടാവും. അപ്പോൾ എൻവി വരും, ഞാനല്ലാതെ മറ്റാളും കഴിവുള്ളവരില്ല, അസൂയ വരും. അപ്പോൾ കഴിവുള്ളവരെ കാണുമ്പോൾ അസൂയ വരും. ദ ഹേറ്റഡ്, വെറുപ്പ് വരും. ദ റിവെഞ്ച്, പ്രതികാരം ചെയ്യണമെന്ന് തോന്നൽ വരും. ആൻഡ് ദ ക്രൂവൽറ്റി ഓഫ് ദ മാൻ, മനുഷ്യൻ്റെ ക്രൗര്യം എന്ന് പറയുന്ന, പ്രതികാരം എന്നൊക്കെ പറയുന്ന കാര്യത്തിൻ്റെ പിന്നിൽ എല്ലായ്പ്പോഴും വേണമെന്നില്ല, പലപ്പോഴും ഈ ഒരു സെൽഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പെർവേർഷൻ, എക്സാജറേഷൻ വരും. അത് അഹംഭാവത്തിലേക്കും അസഹിഷ്ണുതയിലേക്കും അസൂയയിലേക്കും അക്രമാസക്തിയിലേക്കും പ്രതികാരത്തിലേക്കും ഒക്കെ പോകുന്നു. ഒരുതരം ഇൻസാനിറ്റിയാണത്. ദീസ് തിങ്സ് ഓഫ് കോഴ്സ് ആർ മാറ്റേഴ്സ് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ്. ഉണ്ടോ, ഇതെല്ലാം സ്വയംബോധത്തിൻ്റെ, അഹംബോധത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കേട്ടോ, സൈക്കോളജിയിലെ വളരെ ഫൈനലായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് എൻ്റെ ഇവിടെ പറയുന്നത്. ആൻഡ് ഇംപ്രോപ്പർ ലവ് ഓഫ് സെൽഫ്, ഈ ലവ് ഓഫ് സെൽഫ് ആവശ്യമാണ്. ലവ് ഓഫ് സെൽഫ് നഷ്ടപ്പെട്ടു അയാൾ എടുത്തു പോയി ചെത്തുകളയും, അനുമതി കളയും. പക്ഷെ ഇംപ്രോപ്പർ ലവ് ഓഫ് സെൽഫ്, പ്രോപ്പർ അല്ല, പ്രൊപ്പോർഷനേറ്റ് അല്ല, ആനുപാതികമല്ല. ഇംപ്രോപ്പർ ലവ് ഓഫ് സെൽഫിൽ നിന്ന് വരുന്നതാണത്. അമിതമായ ആത്മസ്നേഹം. കൺഫ്യൂഷൻ ഓഫ് ദ മൈൻഡ് ടു ഇൻസാനിറ്റി, മനസ്സായി ആശയക്കുഴപ്പത്തിലാവുന്നു, അത് ചിത്തഭ്രമത്തോളം എത്തുന്നു. ആൾ സോർട്ട് ഓഫ് ഇമ്പൾസീവ് ഇൻസാനിറ്റി, ഇമ്പൾസീവാണ്, ഇമ്പൾസീവ് നേച്ചറാണ്. എടുത്തുചാട്ടത്തിൻ്റെ അവസരം വരുന്നത് ഒരു വിഭ്രാന്തി. ദ മൈൻഡ് ഈസ് ടയേർഡ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സ് ക്ഷീണിക്കുക കൂടി ചെയ്യും. ദ പേഷ്യൻസ് പുട്സ് ഓൺ ആൻ അപ്പിയറൻസ് ലൈക്ക് ദ മോൾഡിങ് ഓഫ് എ ഡ്രങ്കാർഡ്, ഒരു മദ്യപാനിയുടെ, ഒരു മദ്യാസക്തിൻ്റെതായിട്ടുള്ളൊരു ആത്മനിന്ദ, സ്വയം പുച്ഛം, സെൽഫ് പിറ്റി അയാളിലേക്ക് വരും. ടോക്സ് വിത്ത് തിക്ക് ലിപ്സ് ആൻഡ് തിക്ക് ടോങ്, ബ്ലണ്ടേഴ്സ് ആൻഡ് സ്റ്റംബിൾസ്, ചുണ്ടൊക്കെ ഇങ്ങനെ അത് മുറുകി വരുന്നു, നാവ് മുറുകി വരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സംസാരിക്കുന്നു, മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു, സ്റ്റംബിൾസ്, വിമ്മിയൊക്കെ പറയുന്നു. ഓൺലി പാർട്ട്ലി ഫിനിഷിംഗ് വേർഡ്സ്, വാക്കുകൾ പൂർണ്ണമായിട്ടും പറയാൻ, വാക്കുകളുടെ ഉച്ചാരണം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ദ ഫേസ് ഇസ് പേർപ്പിൾ ആൻഡ് ദ ഹെഡ് ഈസ് ഹോട്ട്, മുഖമാകെ ചുവക്കുന്നു, തലയാകെ ചൂടാകുന്നു. ദർ ഈസ് ചോക്കിംഗ് ആൻഡ് ദ കോളർ ഈസ് അനീസി അബൌട്ട് ദ നെക്ക്, ശ്വാസം മുട്ടുന്ന പോലെ കോളർ, കഴുത്തിൻ്റെ ഭാഗത്ത്, വസ്ത്രത്തിൻ്റെ ആ ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഒരു അനീസിനെസ്. ആൻഡ് ദ മോർ അനീസിനെസ് അബൌട്ട് ദ നെക്ക് ദ മോർ ചോക്കിംഗ്, ഈ കഴുത്തിൻ്റെ അനീസിനെസ് എത്ര കൂടുന്നോ അത്രക്ക് ഈ ശ്വാസം മുട്ടുന്നൊരു ഫീലും ഉണ്ടാവും. ദ മോർ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആൻഡ് ദ മോർ അപ്പിയറൻസ് ഓഫ് ഇൻടോക്സിക്കേഷൻ, അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഒരു ആശയക്കുഴപ്പം കൂടുന്നു, ഇൻടോക്സിക്കേഷൻ്റെ അവസ്ഥ, ഒരു മദ്യപിച്ച് ലക്കുകെട്ട ഒരവസ്ഥയും വർദ്ധിച്ചു വരുന്നു. യു വിൽ സീ ഇഫ് യു ടോക്ക് വിത്ത് വൺ ഹു ഈസ് ഇൻടോക്സിക്കേറ്റഡ് വിത്ത് വിസ്കി സിംറ്റംസ് ലൈക്ക് ലാക്സിസ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ വിസ്കി കുടിച്ച് ഇൻടോക്സിക്കേറ്റഡ് ആയ ഒരാളെ ഒരു ലാക്സിസ് കണ്ടീഷൻ നമ്മൾ സംസാരിച്ച് നോക്കണം. ഹീ സ്റ്റംബിൾസ് ത്രൂ, ആകെ തപ്പിത്തെറിഞ്ഞാണ് സംസാരിക്കുന്നത്. ഹാർഡ്ലി റിയലൈസിങ് വാട്ട് ഹി സേസ്, താൻ എന്താണ് പറയുന്നതെന്നതിനെ കുറിച്ച് പോലും ബോധമില്ലാതെ സംസാരിക്കുന്നു. ഹാഫ് ഫിനിഷിംഗ് ദ സെൻറ്റൻസസ് ആൻഡ് ഹിസ് വേർഡ്സ്, തൻ്റെ പറയുന്ന വാചകങ്ങളും വാക്കുകളും പകുതി മാത്രമേ മുഴുമിപ്പിക്കുന്നുള്ളൂ. ഈ സ്റ്റംബിൾസ് ആൻഡ് ബ്ലണ്ടേഴ്സ്, തപ്പിത്തടയുന്നു, വിഡ്ഢിതരങ്ങൾ പറയുന്നു. ഹി മട്ടേഴ്സ്, എന്തൊക്കെയോ ഇങ്ങനെ മന്ത്രിക്കുന്നു. ആൻഡ് ടെൽസ് യു ഫസ്റ്റ് വൺ തിങ് ആൻഡ് ദെൻ അനദർ, ആദ്യം ഒന്ന് പറയുന്നു പിന്നെ മാറ്റി പറയുന്നു.
ഒരു മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ദീസ് സിംറ്റംസ് ആർ ഇൻക്രീസ്ഡ് അണ്ടർ ദ സർക്കംസ്റ്റാൻസസ് മെൻഷൻഡ് ഇൻ ദ സ്പ്രിംഗ്. നേരത്തെ പറഞ്ഞു സ്പ്രിങ്ങിൽ, വസന്തകാലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഋതുക്കളെയൊക്കെ കുറിച്ച് പറഞ്ഞു. ലാക്ടോസിസിൻ്റെ സിംറ്റംസ് വരുന്നൊരവസ്ഥയിൽ, തണുപ്പിൽ നിന്നും ചൂടിലേക്ക് വരുന്നൊരവസ്ഥയിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. ഇൻ ദ വാം വെതർ ഫോളോയിങ് കോൾഡ് സ്പെൽ, ഒരു തണുപ്പിൻ്റെതായിട്ടുള്ളൊരു ഒരു ഇടവേള കഴിഞ്ഞിട്ട് ചൂട് വരുന്നൊരവസ്ഥ, ആ അവസ്ഥയാണ് നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത്. ആ അവസ്ഥയിൽ ഇത്തരം കണ്ടീഷൻസൊക്കെ അഗ്രവേറ്റ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നു. ഇൻ റെയിനി വെതർ, മഴക്കാലത്ത് നിന്ന് സംഭവിക്കും. ആഫ്റ്റർ വാം ബാത്ത്, ഒരു ചൂട് കുളിക്ക് ശേഷം സംഭവിക്കാം. ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കത്തിന് ശേഷം സംഭവിക്കാം. അപ്പോൾ തണുപ്പ് കാലാവസ്ഥയിൽ നിന്നും ചൂടിലേക്ക് വരുമ്പോൾ ചൂട് കുളി കൊണ്ട്, മഴക്കാലം കൊണ്ട്, ഉറക്കം കൊണ്ട്, ഇത്തരം അവസ്ഥകളെ കൊണ്ട് ലാക്ടോസ് സിംറ്റംസിൻ്റെ ഓൺസെറ്റ് ഉണ്ടാകാം, അഗ്രവേഷൻ ഉണ്ടാകാം. ലാക്ടോസിനെ കുറിച്ച് വളരെ മനോഹരമായ ചിത്രം കെൻഡിങ്ങിനെ വരച്ചുകൊണ്ടുവരികയാണ്. ഇനി അത് ചിത്രം പൂർത്തീകരിക്കാൻ ഇനിയും ധാരാളം പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് കെൻഡത് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് അവയെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.